സാർ ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. സാർ കലോത്സവമായിട്ട് ഞങ്ങൾക്ക് 3 പേർക്ക് പങ്കെടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ക്യാൻറ്റീൻ ഇല്ലേ നമ്മളെ അവിടെ വിളമ്പ ആളില്ല, വരണം. സാറേ നമുക്ക് സി മാർക്ക് വേണം. ഞങ്ങൾ വേറെ ആരുമായിട്ട് ഒത്തുപോകത്തില്ല. സോ ഞങ്ങൾ 3 പേര്. അപ്പൊ അതിന് ഞങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടിയിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതൊക്കെ കലാമൂല്യമുള്ള പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. സാർ ഏതെങ്കിലും ഒരു പരിപാടി പറഞ്ഞു സാറേ, പ്ലീസ് സാറേ, അല്ലെങ്കിൽ തേടിയറം തോറ്റു പോകും സാറേ. ഫിസിക്കലി സി മാർക്കാണ് ഞങ്ങൾക്ക് ആവശ്യം. അത് മതി, അത് മതി. എനിക്ക് പ്രോഗ്രാം വേണ്ട, സി മാർക്ക് മാത്രം മതി. അയാൾ പറയുന്ന അയാൾക്ക് കലാമൂല്യമുള്ള പിള്ളേരെ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന്. എന്റെ മൂല്യം ഇതുവരെ മനസ്സിലായിട്ടില്ല. കലാമൂല്യം ഇല്ലാത്ത നിങ്ങൾക്കാണ് കേട്ടോ. ഞാൻ 2ാം ക്ലാസ്സിൽ അമ്പമ്പാടി ഡിസ്കമ്പാടി ഡാൻസ് കളിച്ച CD ഇരിപ്പുണ്ട്, കൊണ്ട് കാണിക്കാം. എന്നാ പിന്നെ ഞാൻ 1ാം ക്ലാസ്സിൽ വാടാ വാടാ പയ്യ കളിച്ചിട്ടുണ്ടല്ലോ. എടാ, എന്നാ ഞാൻ 3ാം ക്ലാസ്സിൽ എൻ ചെല്ല പേര് ആപ്പിൾ അതിൽ ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ. അതൊന്നും അല്ല വേണ്ടത്. അവർക്ക് വേറെ എന്തെങ്കിലും പരിപാടി വേണമെങ്കിൽ നമുക്ക് മിമിക്രി ചെയ്യാം. മിമിക്രിയാണ് എന്റെ ഒരു ഐറ്റം ഉണ്ട്. ഞാൻ കുരങ്ങിനെയൊക്കെ കാണിക്കും. അതിന് നീ ഒരുപാട് കഷ്ടപ്പെടണ്ട, വെറുതെ നിന്നാ മതി. അതല്ല, ഞാൻ ഈ കുരങ്ങിന്റെ ശബ്ദം കാണിക്കും. എടാ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കൊച്ചു പിള്ളേരെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കും. ഞാൻ കാട്ടിലെ രാജാവെന്ന് ഞാൻ തന്നെ പ്രഖ്യാപിച്ച കടുവയുടെ ശബ്ദം കാണിക്കും. എന്നാ പിടി ചീറ്റ. ഇത് 3 പേർക്കും കഴിവുണ്ടെങ്കിൽ നമ്മളിത് വെച്ചോണ്ടിരിക്കണ്ട, നമുക്ക് സാറിന്റെ അടുത്ത് സംസാരിക്കാം. സാർ ഞങ്ങളെ കഴിവ് കണ്ടെത്തി. മിമിക്രിയാണ് ഞങ്ങൾ കലോത്സവം ചെയ്യാൻ പോണത്. ഞാൻ കണ്ട സാർ. സാറേ, ഇതാണ് ഞങ്ങളുടെ പരിപാടി. ഈ കടുവയ്ക്ക് എണ ചേരാൻ നേരത്തെ അതൊരു ശബ്ദം വേറൊരു ഐറ്റം ഉണ്ട്. ഓ, സൂപ്പർ സൂപ്പർ സൂപ്പർ. സാർ, നമ്മൾ മിമിക്രിക്ക് കയറാൻ പോവുകയാണ്. 3 പേരുടെ മിമിക്രി വൻ പരിപാടി. നമ്മളെ കോളേജിന്റെ പേരൊക്കെ വാനോളം ഉയരും. അതുകൊണ്ട് വലിയ പ്രശസ്തിയിൽ ഞങ്ങൾ എത്തും. എങ്ങനെയെങ്കിലും സാറേ, പ്ലീസ് സാറേ. ഓക്കെ അല്ലേ? താങ്ക് യു. സാറൊന്നും മിണ്ടുന്നില്ല, സ്തംഭിച്ചു എന്ന് തോന്നുന്നു. ശരി ശരി.